ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? ഏയ്. ഏയ്. പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, എയിം റോഡ്, പെരുമ്പാവൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് കട്ടപ്പന. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു കെജിസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. വീട് പണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. എത്ര പോരാ? 5 grams. ഇത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജകുമാരിയിൽ വീട്ടമ്മയെ ആക്രമിച്ച മാലാപഹരിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. കമ്പമെട്ട്
കമ്പംമെട്ട് മേഖലയിൽ ലഹരി മാഫിയ അഴിഞ്ഞാടുന്നതായി പരാതി. വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ ചിന്നക്കാനം പുതുവലിൽ വീടിന് തീപിടിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. രാജകുമാരിയിൽ വീട്ടമ്മയെ ആക്രമിച്ച മാല അപഹരിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. രാജകുമാരി മുരിക്കുംതൊട്ടി സ്വദേശിനിയാണ് ആക്രമിച്ചാണ് തമിഴ്നാട് സ്വദേശി മാല അപഹരിച്ചത്. തുടർന്ന് ഓട്ടോയിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പൂപ്പാറയിൽ വാഹനം തടഞ്ഞ നാട്ടുകാർ പിടികൂടുകയായിരുന്നു. തേനി മീനാക്ഷിപുരത്തു നിന്നും ജോലിക്കായി ഇടുക്കിയിലെത്തിയ വസന്തകുമാറാണ് പ്രതി. മുരിക്കുംതൊട്ടി സ്വദേശി പാണനാൽ രാജന്റെ വീട്ടിലെത്തിയ ഇയാൾ വീടിന്റെ ചായ്പിൽ ഒളിച്ചുനിന്ന വീട്ടമ്മയായ മേരിക്കുട്ടിയെ ആക്രമിക്കുകയായിരുന്നു. തുണി കഴുകുന്നതിനായി മേരിക്കുട്ടി പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ആക്രമണം. തുടർന്ന് സ്വർണ്ണമാല അപഹരിച്ച ഓട്ടോയിൽ കയറി പൂപ്പാറ ഭാഗത്തേക്ക് പോയി. സംഭവം അറിഞ്ഞ നാട്ടുകാർ പൂപ്പാറയിൽ വെച്ച വാഹനം തടഞ്ഞ് മോഷ്ടാവിനെ പിടികൂടി. ഇത് രാവിലെ ചേച്ചി തുണി കഴുകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇത് അകത്തെങ്ങാണ്ട് കള്ളൻ കുത്തിയിരിക്കുമായിരുന്നു. അപ്പോൾ തന്നെ ചേച്ചിനെ പിടിച്ച് മറിച്ച് വീഴിച്ച് കഴുത്തല മാല പറിച്ചു. ഉണ്ടപ്പെടുത്തമായി കഴിഞ്ഞപ്പോഴത്തേനും ചേച്ചിനെ വീഴിച്ച് അവൻ ചേച്ചി കയറി പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കത്തിയെടുത്ത് കഴുത്തിൽ വെച്ചു. എന്നിട്ട് മാലയും പറിച്ചുകൊണ്ട് ഓടി. മോഷ്ടാവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ മേരിക്കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടുകാർ ശാന്തൻപാറ പോലീസിൽ ഏൽപ്പിച്ച പ്രതിയെ പിന്നീട് രാജാക്കാട് പോലീസിന് കൈമാറി. സിറ്റി വിഷൻ, രാജകുമാരി. കമ്പംമെട്ട് മേഖലയിൽ ലഹരി മാഫിയ അഴിഞ്ഞാടുന്നതായി പരാതി. കഴിഞ്ഞ ദിവസം ലഹരി മാഫിയയുടെ ആക്രമണത്തിൽ AIYF ജില്ലാ നേതാവിന് പരിക്കേറ്റു. പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് AIYF ജില്ലാ കമ്മിറ്റി അംഗമായ കമ്പംമെട്ട് വെള്ളംപൊയ്ക്കയിൽ സുനിൽ ജോസഫിന് മർദ്ദനമേറ്റത്. രാത്രി 9 മണിയോടെ ആളൊഴിഞ്ഞ മേഖലയിൽ കൂട്ടം കൂടി നിന്ന സംഘത്തിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മർദ്ദനം ആരംഭിച്ചത്. മർദ്ദനമേറ്റ സുനിൽ തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഞങ്ങളിത് വൈകുന്നേരം ഒരു 9 മണിയോടുകൂടി വീട്ടിലേക്ക് പോകുമായിരുന്നു. ഇപ്പോൾ റോഡിൻ്റെ സൈഡിൽ അച്ചക്കട ആയിട്ട് സ്ഥിരമായിട്ട് അവിടെ കഞ്ചാവ് ആയിട്ട് കുറേ പിള്ളേർ എന്നും ഉള്ളതാണ്. 10-15 വയസ്സ് 16 വയസ്സൊക്കെ ഉള്ളൂ. അവർ ആ നാട്ടിൽ പരിചയമില്ലാത്ത 3-4 പിള്ളേരെ കണ്ടപ്പോൾ ചോദിച്ചാൽ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ നമ്മളോട് ദേഷ്യപ്പെടുകയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിൽക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നപോലെ ഒരു നേതാവാണ് അവിടെ ചോദിച്ചാണെന്ന് പറഞ്ഞപ്പോൾ അവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഞങ്ങളത് ചോദ്യം ചെയ്തപ്പോൾ അവർ രണ്ടുപേരും കൂടി അടിക്കുകയും പുറത്ത് ഹെൽമെറ്റ് വെച്ച് അടിച്ച് തലമുട്ടിക്ക് കമ്പ് വെച്ച് പുറത്ത് അടിക്കുകയൊക്കെ ചെയ്തു. മേഖലയിൽ തുടർച്ചയായി സംഘം ആക്രമണം അഴിച്ചുവിടുന്നതായി നാട്ടുകാരും പറയുന്നു. 1 മാസം മുമ്പ് വീടിന് മുമ്പിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്രവാഹനം സംഘം കത്തിച്ചിരുന്നതായും നാട്ടുകാർ പറയുന്നു. കമ്പംമെട്ട് പിന്നെ ഞങ്ങളുടെ സുഹൃത്തായ സഹോദരനെ സാമൂഹ്യ വിരുദ്ധരായ അച്ചക്കടയിലുള്ള കുറേ യുവാക്കൾ മർദ്ദിച്ച് ഇവിടെ ആശുപത്രിയിൽ എത്തിച്ചേക്കുന്നത് ഞങ്ങളിവിടെ കാണാമെന്നാണ്. ഇത് ചെറിയ യുവാക്കളാണ്. എന്നിരുന്നാലും അവർ കാണിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഒരു 10-30 പേര് ആണ് വന്ന് ഈ സഖാവിനെ തല്ലിയത്. അയാൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ സംഭവം ഉണ്ടായത്. ഇതിനു മുമ്പും ഇതുപോലെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വീട്ടിലിരുന്ന ബൈക്ക് കത്തിച്ചത് ഇതേ ഗാങ്ങാണെന്നാണ് എൻ്റെ ധാരണ. എൻ്റെ വീട്ടിൽ നിന്നൊരു ബൈക്ക് ഒരു 2 മാസം മുമ്പ് കത്തിപ്പോയിട്ടുണ്ട്. അത് പോലീസിൽ FIR ആയിട്ടുണ്ട്. എന്നാലും അതിനകത്ത് ഇവർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ശരിയായ നിഗമനം. പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്നുമാണ് ഉയരുന്ന ആവശ്യം. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ ചിന്നക്കാനം പുതുവലിൽ വീടിന് തീപിടിച്ചു. വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ബൊലേറോ, 2 സ്കൂട്ടി എന്നിവയും കത്തി നശിച്ചു. വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. ഗ്യാസ് പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. ഇന്ന് രാവിലെ 11:30 വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ ചിന്നക്കാനം പുതുവലിൽ വീടിന് തീ പിടിച്ചത്. ചിന്നക്കാനം പുതുവലിൽ ചിത്രഭവനിൽ ചിന്നതുരി ചിത്ര ദമ്പതികളുടെ വീടിനാണ് തീ പിടിച്ചത്. ഇവർ നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ബൊലേറോ വാഹനവും 2 സ്കൂട്ടിയും അഗ്നിക്കിരയായി. നാട്ടുകാർ പീരുമേട് ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചുവെങ്കിലും അഗ്നിരക്ഷാ സേനയെത്താൻ താമസിച്ചതോടെ നാട്ടുകാർ ചേർന്ന് തീപിടുത്തം പാതി അണയ്ക്കുകയായിരുന്നു.
വീട്ടിൽ ആൾക്കാരില്ലാതിരുന്നതിനാൽ ആളപായമുണ്ടായില്ല. ഗ്യാസ് പൊട്ടിത്തെറിച്ചതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പീരുമേട് ഫയർഫോഴ്സ് എത്തി അഗ്നിബാധ പൂർണ്ണമായും ശമിപ്പിച്ചു. അഗ്നിബാധ മൂലം ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങളാണ് കുടുംബത്തിന് സംഭവിച്ചിരിക്കുന്നത്. സിറ്റി വിഷൻ, ഉപ്പുതറ. രാജാക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവം ഫെബ്രുവരി 26 ബുധനാഴ്ച നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി പറവൂർ രാകേഷ് തന്ത്രി, ക്ഷേത്രം മേൽശാന്തി എം പുരുഷോത്തമൻ ശാന്തികൾ, സതീഷ് ശാന്തികൾ, മോഹനൻ ശാന്തികൾ, രതീഷ് ശാന്തികൾ, മണികണ്ഠൻ ശാന്തികൾ എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. SNDP 1209 നമ്പർ ശാഖായോഗത്തിന് കീഴിലുള്ള രാജാക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവം ഫെബ്രുവരി 26 ബുധനാഴ്ച ക്ഷേത്രം തന്ത്രി പറവൂർ രാകേഷ് തന്ത്രി, ക്ഷേത്രം മേൽശാന്തി എം പുരുഷോത്തമൻ ശാന്തി, സതീഷ് ശാന്തികൾ, മോഹനൻ ശാന്തികൾ, രതീഷ് ശാന്തികൾ, മണികണ്ഠൻ ശാന്തികൾ എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം 26, 27 തീയതികളിലായിട്ട് ആഘോഷിക്കപ്പെടുകയാണ്. അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു. 26-ാം തീയതി രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടുകൂടി ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. 12:30 മഹാപ്രസാദ കൂട്ട് ക്ഷേത്രത്തിൽ നടത്തുന്നു. വൈകുന്നേരം 5:30 NRCT ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലി, ഘോഷയാത്ര, ദേവീദേവരൂപങ്ങൾ, കാവടി, ചെണ്ടമേളം എന്നിവയോടുകൂടി SNDP യൂണിയൻ്റെ ബഹുമാന്യരായ പ്രസിഡന്റ് ശ്രീ MB ശ്രീകുമാർ സാറ്, സെക്രട്ടറി ശ്രീ KS ലതീഷ് കുമാർ സാറ്, യോഗത്തിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി രമേശ് ഞണ്ണ്, ശാഖായോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ സാബു പാവലക്കാട്ട്, ശ്രീ VS ബിജു വെട്ടുകല്ലമാക്കൽ, NRCT ശാഖായോഗത്തിൻ്റെ പ്രസിഡന്റ് KP ജെയിന്, സെക്രട്ടറി സുനിൽ, മറ്റ് ശാഖായോഗങ്ങളുടെ കമ്മിറ്റി അംഗങ്ങൾ, പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ എന്നിവരുടെ എല്ലാ നേതൃത്വത്തിൽ ഗംഭീര ഘോഷയാത്ര ആരംഭിക്കുന്നതാണ്. ശിവരാത്രിയുടെ ഭാഗമായി വിശേഷാൽ പൂജകളും താലപ്പൊലി ഘോഷയാത്രയും വിവിധ കലാപരിപാടികളും നടത്തും. ബുധനാഴ്ച രാവിലെ 5:30 നട തുറപ്പ്, നിർമാല്യ ദർശനം, അഭിഷേകം, മലർനിവേദ്യം, ഉഷപൂജ, ശിവരാത്രി നാളിലെ വിശേഷാൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജ, തിരുനടയിൽ പറനിറയ്ക്കൽ, ഉച്ചപൂജ, 12:30 പ്രസാദവൂട്ടും നടക്കും. സഹായവും ഭരണസമിതി, അതുപോലെ തന്നെ വനിതാ സംഘം, ബാലയനയോഗം, യൂത്ത് മൂവ്മെൻറ്റ് ഇവരെല്ലാം സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഘോഷയാത്ര നടത്തുന്നത്. ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവരാത്രി മഹോത്സവത്തിന് രാജാക്കാട് മഹാദേവർ ക്ഷേത്രത്തിലെ അന്നദാനമാണ്. ഉച്ചയാകുമ്പോൾ 12 മണിക്ക് ആരംഭിക്കുന്ന അന്നദാനം, നമ്മളത് ആളുകൾ എത്രമാത്രം വരുന്നു അവർക്കെല്ലാം സമൃദ്ധമായിട്ട് തന്നെ അന്നദാന സദ്യ ആണ് നടത്തുന്നത്. ആ സദ്യ വൈകുന്നേരവും തുടരും. വൈകുന്നേരം ഘോഷയാത്രയ്ക്ക് ശേഷം NRCT ശ്രീ ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന ഘോഷയാത്ര രാജാക്കാട് മഹാദേവ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞും വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അവിടെ അന്നദാനം കൊടുക്കുന്നുണ്ട്. അതാണ് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ രാവിലത്തെ ബലിതർപ്പണത്തിന് ശാഖാഭരണസമിതി വളരെ വിപുലമായ രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 6 മണിക്ക് തന്നെ ബലിതർപ്പണം നടത്തും. അതിന് ആയിരക്കണക്കിന് ആളുകളാണ് ബലിതർപ്പണത്തിൽ എല്ലാ വർഷവും പങ്കെടുക്കാറുള്ളത്. ഇപ്രാവശ്യം അതുതന്നെ അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകുമെന്നാണ് ഭരണസമിതി പ്രതീക്ഷിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. വളരെ വിപുലമായ രീതിയിൽ തന്നെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. വൈകിട്ട് 5:30 NRCT ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും SNDP നേതാക്കളായ MB ശ്രീകുമാർ, KD രമേശ്, KS ലതീഷ് കുമാർ, B സാബു, IB പ്രഭാകരൻ, VS ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ രാജാക്കാട് ക്ഷേത്രത്തിലേക്ക് താലപ്പൊലി ഘോഷയാത്ര, ദീപാരാധന, ടൗണിൽ വെച്ച് ഗുരുദേവ ബാലജനയോഗം കുട്ടികളുടെ ചെണ്ടമേളം നടക്കും. അത്താഴപൂജ 8-ന് ക്ഷേത്രം തന്ത്രി പറവൂർ രാകേഷ് തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ ശിവരാത്രി പൂജയും കലശാഭിഷേകവും, ദീപാരാധനയ്ക്ക് ശേഷം നാലമ്പലത്തിനുള്ളിൽ അഖണ്ഡനാമ ജപവും, രാത്രി 12-ന് മഹാശിവരാത്രി പൂജയും ക്ഷേത്രത്തിൽ നടക്കും. 7 മണി മുതൽ വിവിധ കലാപരിപാടികളും 8 മണിക്ക് നാടകവും തുടർന്ന് ഗാനമേളയും നടക്കും. 27-ാം തീയതി ബലിതർപ്പണത്തിനുള്ള പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. സിറ്റി വിഷൻ, രാജാക്കാട്. CPI രാജാക്കാട് ഏരിയതല പ്രചരണ കാൽനട ജാഥ നടന്നു.
കേന്ദ്ര ബഡ്ജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPIM നടത്തുന്ന കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഉപരോധം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് രാജാക്കാട് ഏരിയ തല പ്രചരണ കാൽനട ജാഥ നടന്നത്. ജാഥയ്ക്ക് NRCTയിൽ സ്വീകരണം നൽകി. കേന്ദ്ര ബഡ്ജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPIM ഈ മാസം 25-ാം തീയതി കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഉപരോധം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി രാജാക്കാട് ഏരിയ പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. 19-ാം തീയതി മുനിയറയിൽ നിന്നും ആരംഭിച്ച ജാഥ MMണി MLA ഉദ്ഘാടനം നിർവഹിച്ചത്. രാജാക്കാട് ഏരിയ തല ജാഥ NRCT പുതുകിൽ നിന്ന് ആരംഭിച്ച ജാഥയ്ക്ക് NRCTയിൽ സ്വീകരണം നൽകി. മഹിളാ അസോസിയേഷൻ NRCT വില്ലേജ് കമ്മിറ്റിക്ക് വേണ്ടി ഉഷാകുമാരി ടീച്ചർ, DYFI രാജാക്കാട് ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി അൻപുരാജ്, CDSന് വേണ്ടി ചെയർപേഴ്സൺ KP വത്സ, KSKT NRCT യൂണിറ്റിന് വേണ്ടി OG സഹദേവൻ. പന്നത്തടി, ബൈസൺവാലി, രാജകുമാരി പഞ്ചായത്തുകളിലെ പര്യടനം പൂർത്തിയാക്കി ഇന്ന് രാജാക്കാട് പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി രാജാക്കാട് ടൗണിൽ വൈകുന്നേരം 5:30 സമാപിക്കുകയാണ്. ആ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സഖാവ് റോമി സെബാസ്റ്റ്യൻ പങ്കെടുത്തു. ആ സമാപന സമ്മേളനത്തിലേക്ക് NRCTയിലെ പ്രിയപ്പെട്ട എല്ലാ സഖാക്കളെയും ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ സാദരം ക്ഷണിക്കുകയാണ്. ഈ ജാഥയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാം തന്നെ ഇവിടെ സഖാക്കൾ സൂചിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി മാസം 1-ാം തീയതി ശ്രീമാൻ നരേന്ദ്രമോദിയുടെ BJP ഗവൺമെൻറ്റിൻ്റെ 8ാമത് സമ്പൂർണ്ണ ബഡ്ജറ്റ് കേന്ദ്ര ഗവൺമെൻറ് നിർമ്മല സീതാരാമൻ ധനകാര്യമന്ത്രി അവതരിപ്പിച്ചു. ആ ബഡ്ജറ്റിൽ കേരളം എന്ന ഒരു വാക്ക് പോലും എഴുതി ചേർത്തിട്ടില്ല എന്ന അത്യന്തം വിരോധാഭാസമായ, അത്യന്തം പ്രതിഷേധാർഹമായ കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രതിഷേധം കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ പ്രതിഷേധം ഇത് കേരളീയ സമൂഹത്തിലാകെ ഉയർത്തുന്നതിനും കേന്ദ്ര ഗവൺമെന്റിനെ ഒരു താക്കീതായി ഇത് മാറ്റുവാനും വേണ്ടിയുള്ള പ്രചരണമാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സുമ സുരേന്ദ്രൻ, P രവി, MN ഹരിക്കുട്ടൻ, VA കുഞ്ഞുമോൻ, വിശ്വംഭരൻ, CR രാജു തുടങ്ങിയവർ സംസാരിച്ചു. ജാഥയ്ക്ക് രാജാക്കാട്ടിൽ സമാപനമായി. സിറ്റി വിഷൻ, NRCT. ഹൈറേഞ്ച് മേഖലയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വ്യാജമദ്യ ലോബികളും കഞ്ചാവ് മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളും സജീവമായതോടെ രാജാക്കാട് കേന്ദ്രീകരിച്ച് എക്സൈസ് റേഞ്ച് ഓഫീസ് ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വിഷയത്തിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി മദ്യവിരുദ്ധ സമിതിയും രംഗത്തെത്തിയിരുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വിസ്തൃതിയുള്ള റേഞ്ചാണ് ഉടുമ്പൻചോല എക്സൈസ് റേഞ്ച്. വലിയ ഭൂപ്രദേശത്ത് ഓടിയെത്തുന്നതിന് ജീവനക്കാരുടെ എണ്ണക്കുറവും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജാക്കാട് കേന്ദ്രീകരിച്ച് എക്സൈസ് റേഞ്ച് ഓഫീസ് തുറക്കണമെന്ന ആവശ്യത്തിനും പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഉടുമ്പൻചോല റേഞ്ചിൽ ഏറ്റവും കൂടുതൽ വ്യാജവാറ്റ് കേസുകളും കഞ്ചാവ് കേസുകളും പിടികൂടുന്നത് രാജാക്കാട്, രാജകുമാരി, സേനാപതി, വൈസൺമാലി അടക്കമുള്ള പഞ്ചായത്തുകളിൽ നിന്നാണ്. സമീപ പ്രദേശങ്ങളിലുള്ള ബിവറേജ് ഔട്ട്ലെറ്റുകളുടെ സമീപത്തുള്ള കടകൾ മിനി ബാറിന് സമീപമാണ്. ബിവറേജ് ഷോപ്പ് തുറക്കാത്ത സമയങ്ങളിലും ദിവസങ്ങളിലും അനധികൃത മദ്യം ഇവിടെ ധാരാളമായി ലഭിക്കാറുണ്ട്. പോലീസ് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. നെടുങ്കണ്ടത്ത് പ്രവർത്തിക്കുന്ന റേഞ്ച് ഓഫീസിൽ നിന്നും ഇവിടെ എത്തണമെങ്കിൽ 30 കിലോമീറ്റർ ദൂരം വാഹനയാത്ര ചെയ്യണം. അതുകൊണ്ടാണ് നിലവിൽ വീണ്ടും കഞ്ചാവ് പൊതി വിൽപ്പനയും വ്യാജമദ്യ വിൽപ്പനയും സജീവമാവുന്നത്. ഈ സാഹചര്യത്തിൽ രാജാക്കാട് കേന്ദ്രീകരിച്ച പുതിയ റേഞ്ച് ഓഫീസ് ആരംഭിക്കണമെന്ന ആവശ്യവുമായി പൊതുപ്രവർത്തകരും രംഗത്തെത്തിയിരുന്നു. രാജാക്കാട് കേന്ദ്രീകരിച്ച എക്സൈസ് ഓഫീസ് നേരത്തെ തന്നെ വേണ്ടതായിരുന്നു. കാരണം നമ്മുടെ ഇത് രാജാക്കാടിന് 10 കിലോമീറ്റർ ഇപ്പുറത്തോട്ട് മാറിയ തമിഴ്നാടിൻ്റെ ബോർഡറായ പൂപ്പാറയിലോട്ട് പോകും. അപ്പോൾ തമിഴ്നാട് ബോർഡർ വഴി കടന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വരുന്ന ഈ ലഹരി പദാർത്ഥങ്ങൾ കൂടുതലും പൂപ്പാറ വന്ന് രാജാക്കാട് ടച്ച് ചെയ്താണ് മറ്റുള്ള ജില്ലകളിലേക്ക് പോകുന്നത്. അപ്പോൾ രാജാക്കാട് കേന്ദ്രീകരിച്ച് ഒരു എക്സൈസ് ഓഫീസ് നിർബന്ധമായിട്ടും വേണ്ടതാണ്. ഈ കാര്യത്തിൽ ഗവൺമെൻറ് അടിയന്തര ശ്രദ്ധ പതിപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ പ്രത്യേകിച്ച് കോളേജുകളൊക്കെ ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും വഴിതെറ്റി പോകാതിരിക്കാനായിട്ട് ഈ കാര്യത്തിൽ ഗവൺമെൻറ് അടിയന്തര ശ്രദ്ധ ഉണ്ടാകണമെന്ന് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. രാജാക്കാട് കേന്ദ്രീകരിച്ച റേഞ്ച് ഓഫീസ് ആരംഭിക്കുന്നതിന് സർക്കാർ തലത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടവേള. സർപ്രൈസ് ഉണ്ട്. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. 5 grams.
ഇത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. ഒന്നൊക്കുമ്പോ ഒന്നൊക്കൂല. അതുള്ളതാ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കത്തില്ല. ഒന്നൊക്കുമ്പോ ഒന്നൊക്കെയല്ല. എടാ കുഞ്ഞാപ്പോയി, ഇവനാണില്ലവൻ. ഇവനൊക്കുമ്പോ എല്ലാം അങ്ങൊക്കും. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. ഏത് ജോലി ചെയ്താലും അത് ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്യണം. അതല്ലേ അതിനൊരു ഭംഗി. നിങ്ങളുടെ വീടിന്റെ പ്ലാൻ, സർവേ, കൺസ്ട്രക്ഷൻ എല്ലാം മനസ്സിനിണങ്ങിയ പോലെ ഓൾ സെറ്റ് ആയെങ്കിൽ ഇനി ടൈൽ സെലക്ഷൻ എങ്ങനെ, എവിടുന്ന്, ഏത് ബ്രാൻഡ്, ഏത് ഡിസൈൻ, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്. സിംബോളോ, കജേരിയ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറിക്കൊപ്പം 50-ൽ പരം ബ്രാൻഡുകളുടെ ടൈൽസുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം KJ ഗ്രാനൈറ്റ്സിൽ മാത്രം. Make your home beautiful with KJ Granite and Tiles, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. വീണ്ടും വാർത്തയിലേക്ക്. തോക്കുപാറ ലയൺസ് ക്ലബിന്റെയും കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തോക്കുപാറ ലയൺസ് ക്ലബിന്റെയും കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം വെള്ളത്തിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ JC ബിജു, പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷൈനി സിബി തുടങ്ങിയവർ നിർവഹിച്ചു. എറണാകുളം കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തോക്കുപാറ ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. ജനറൽ മെഡിസിൻ, ഓങ്കോളജി, പൾമോളജി, ന്യൂറോളജി, കാർഡിയോളജി എന്നീ 5 വിഭാഗങ്ങളിലെ വിദഗ്ധരായ ഡോക്ടർമാരാണ് വന്ന് പരിശോധന നടത്തിയത്. അപ്പോൾ ഇവിടെ പരിശോധനയ്ക്ക് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം ഉണ്ടായി. എന്തായാലും നല്ലൊരു പരിപാടിയായിരുന്നു. ഇക്കാര്യത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും തോക്കുപാറ ലയൺസ് ക്ലബിൻ്റെ പേരിൽ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. നിരവധി ആളുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. സാബു അമ്മക്കുഴി, സാജു ആലക്കാപ്പള്ളി, ജോയി മുട്ടനൂലിൽ, ഡോക്ടർ ആശിഷ്, ജിമോൻ, ബാബു, സാജു, ജോഷി തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, അടിമാലി. സ്കൂട്ടറിൽ കൊണ്ടു നടന്ന മദ്യം ചില്ലറ വിൽപ്പന നടത്തിയ ആൾ പിടിയിൽ. ഉടുമ്പൻചോല പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് പോലീസിനെ പോലും ഞെട്ടിച്ച മദ്യക്കച്ചവടം പിടികൂടിയത്. ഉടുമ്പൻചോല ചെരുവിൽ പുത്തൻവീട്ടിൽ മോഹനനാണ് പിടിയിലായത്. ഉടുമ്പൻചോലയിലെ തോട്ടമേഖലയിൽ വ്യാപകമായി അനധികൃത മദ്യവിൽപ്പന നടക്കുന്നതായുള്ള വിവരത്തെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത്. വാഹനങ്ങളിൽ മദ്യം ചില്ലറ വിൽപ്പന നടത്തുന്നതായി മുമ്പ് പോലീസിന് വിവരം ലഭിച്ചിരുന്നു.
ഉടുമ്പൻചോല വട്ടക്കണ്ണിപ്പാറ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ പോലീസിനെ കണ്ട് ചിലർ ഓടി ഏലത്തോട്ടത്തിൽ കയറി. ഇതിനു പിന്നാലെ മോഹനൻ വാഹനം ഉപേക്ഷിച്ച് കടക്കുവാനും ശ്രമിച്ചു. ഉടുമ്പൻചോല SI സുനിലും സംഘവും മോഹനെ പിടികൂടി വാഹനം തുറന്നു പരിശോധിച്ചപ്പോഴാണ് മദ്യം നിറച്ച നിരവധി കുപ്പികൾ കണ്ടെത്തിയത്. ഓടി രക്ഷപ്പെട്ടവർ മദ്യം വാങ്ങിയ അന്യസംസ്ഥാന തൊഴിലാളികളാണെന്ന് മോഹനൻ സമ്മതിച്ചു. ബീവറേജിൽ നിന്നും വലിയ അളവിൽ മദ്യം വാങ്ങി 150 മില്ലി കുപ്പികളിൽ നിറച്ച വിൽപ്പന നടത്തുകയായിരുന്നു പ്രതിയുടെ രീതി. സമാനമായ രീതിയിൽ മദ്യവിൽപ്പന നടത്തുന്ന നിരവധി പേർ മേഖലയിലുണ്ടെന്നാണ് വിവരം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. SI PK വിനോദ്, ബിജു ഇമ്മാനുവൽ, ഷാജി അഭിലാഷ്, ബിനുമോൻ, അഖിൽ C, ജോമോൻ തുടങ്ങിയ ഉദ്യോഗസ്ഥരാണ് സംഘത്തിലുണ്ടായിരുന്നത്. സിറ്റി വിഷൻ, ഉടുമ്പൻചോല. SNDP മലനാട് യൂണിയന്റെയും തേനി അരവിന്ദ് കണ്ണാശുപത്രിയുടെയും സഹകരണത്തോടുകൂടി SNDP യോഗം 1621 നമ്പർ അമരാവതി ശാഖാ യോഗത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. നേത്രരോഗബാധിതരായ 200ഓളം പേർ ക്യാമ്പിലെത്തി ചികിത്സ നേടി. ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹങ്ങൾക്കൊപ്പം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആതുര സേവനങ്ങളും നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് SNDP യോഗം മലനാട് യൂണിയന്റെയും തേനി അരവിന്ദ് കണ്ണാശുപത്രിയുടെയും സഹകരണത്തോടെ SNDP യോഗം 1621 നമ്പർ കുമളി അമരാവതി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മലനാട് യൂണിയന്റെ നേതൃത്വത്തിൽ ഇത് 36ാമത്തെ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പാണ് നടന്നത്. അമരാവതി SNDP യോഗം ഹാളിൽ രാവിലെ 8:30 മുതൽ 2 മണി വരെയാണ് ക്യാമ്പ് നടന്നത്. നേത്രരോഗങ്ങളാൽ വലയുന്ന നിരവധി പേർ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പിന്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തിയതായി അമരാവതി ശാഖായോഗം പ്രസിഡന്റ് KS ജയൻ പറഞ്ഞു. 136ാം സൗജന്യ നേത്ര ക്യാമ്പ് അരവിന്ദ് ആശുപത്രി മലനാട് യൂണിയൻ അമരാവതി SNDP ശാഖായോഗമായിട്ട് സംയുക്തമാണ് നടത്തുന്നത്. 150-160 പേരോളം പങ്കെടുത്തിട്ടുണ്ട്. നേത്ര ചികിത്സാ രംഗത്ത് പീരുമേട് താലൂക്കിൽ ഒരു വിദഗ്ധ സേവന രംഗമില്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് ശാഖാ സെക്രട്ടറി MS സന്തോഷ് കുമാർ അറിയിച്ചു. മലനാട് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ നേത്ര ചികിത്സാ ക്യാമ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പീരുമേട് താലൂക്കിൽ ഇങ്ങനെ ഒരു സംരംഭം നിലവിലില്ലാത്തതും നല്ല ഒരു കണ്ണാശുപത്രിയോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇല്ലാത്തതിൻ്റെ സാഹചര്യത്തിലാണ് നമ്മൾ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇത് ചെയ്യുവാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചത്. അത് വളരെ വിജയപ്രദമായ രീതിയിൽ നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. തിമിര രോഗബാധിതർ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാവുന്നതിൽ 1000 രൂപ അടച്ച് ക്യാമ്പിന്റെ സേവനം ലഭ്യമാക്കി കണ്ണടകൾ ആവശ്യമായവർക്ക് 150 രൂപ മുതൽ 400 രൂപ വരെ നിരക്കിൽ ക്യാമ്പിൽ കണ്ണടകൾ വിതരണം ചെയ്തു. തേനി അരവിന്ദ് കണ്ണാശുപത്രി നേത്രവിഭാഗം വിദഗ്ധരായ ഡോക്ടർ രാധ, ഡോക്ടർ ഗീത എന്നിവർ നേത്ര ചികിത്സാ ക്യാമ്പിൽ എത്തിയവരെ പരിശോധിച്ച് ചികിത്സകൾ നൽകി. 200ഓളം പേർ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പിന്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി. സിറ്റി വിഷൻ, ഉപ്പുതറ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കമ്പമെട്ട് ഏരിയ സമ്മേളനം നടന്നു. സെന്റ് ജോസഫ് പാരിഷ് ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം B മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന്റെ ഭാഗമായി ടൈലർ ടച്ച് TLT സംരംഭത്തിന്റെ പ്രദർശനവും നടന്നു. 25ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി യൂണിറ്റ് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചതിനു ശേഷമാണ് ഏരിയ സമ്മേളനങ്ങൾ നടക്കുന്നത്. പരിശീലനം, ഉൽപാദനം, വിപണനം, ക്ഷേമം എന്നീ ആശയങ്ങൾക്ക് ഊന്നൽ നൽകി ആരംഭിച്ച TLT സംരംഭത്തിലൂടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും 100 കണക്കിന് കൗണ്ടറുകൾ തുറന്നിട്ടുണ്ട്. ഇതിലൂടെ അംഗങ്ങളുടെ ക്ഷേമം എന്ന ആശയം നടപ്പിലാക്കുവാൻ സാധിച്ചു. ഇതിന്റെ ആദ്യപടിയായി സംഘടനയിൽ മെമ്പർഷിപ്പുള്ള കിടപ്പ് രോഗികൾക്കുള്ള ധനസഹായം എത്തിക്കുവാനും ക്യാൻസർ ബാധിച്ച് കീമോ ചെയ്യുന്നവർക്കും ഡയാലിസിസ് ചെയ്യുന്നവർക്കും ടൈലറിംഗ് ലേബേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നും ധനസഹായം നൽകുമെന്നും വാർഷിക സാന്ത്വന പദ്ധതിയുടെ തുക ഘട്ടം ഘട്ടമായി കുറച്ച് ഇപ്പോൾ നൽകി വരുന്ന അതേ ആനുകൂല്യങ്ങൾ തന്നെ നൽകുമെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് B മനോഹരൻ പറഞ്ഞു. നമ്മുടെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ പരിശീലനം, ഉൽപാദനം, വിപണനം, ക്ഷേമം എന്നീ 4 ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ കൊല്ലം മായങ്കോട്ട് നമ്മൾ TLTയുടെ ഒരു റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങളുടെ ഒരു സംരംഭം നമ്മൾ തുടങ്ങിയത്. അതിൽ ആദ്യഘട്ടമായ പരിശീലനം നമ്മൾ കൊടുത്തു. അതിനുശേഷം ആ പരിശീലനം നേടിയ നമ്മുടെ തൊഴിലാളികളെ കൊണ്ട് തന്നെ
ആ സ്ഥാപനത്തിലിരുന്ന് നമ്മൾ പണിയെടുപ്പിച്ച് കൊണ്ട് നമുക്ക് ഉൽപ്പാദനം നമ്മൾ ആരംഭിച്ചു. അതിനുശേഷം വിപണനം ആരംഭിച്ചു. ആ വിപണനം ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് 12 കൗണ്ടറുകൾ ഓപ്പൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് ട്രെയിലർ ടച്ച് വസ്ത്രങ്ങളുടെ പ്രദർശനവും വിപണനവും നടന്നു. നമ്മുടെ ഇവിടുത്തെ സാധാരണ കടയേക്കാൾ വില കുറച്ചാണ് അവർക്ക് ഇടുന്ന രീതിയിലാണ് വില. സ്ഥാപനത്തിന്റെ പേര് TLT അല്ലേ? സംഘടനയുള്ള ആളുകൾ ഏരിയ പ്രസിഡന്റ് സാലി ഫിലിപ്പിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി OR ശശിധരൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ജലജകുമാരി കണക്കും അവതരിപ്പിച്ചു. അടുത്ത 3 വർഷത്തേക്കുള്ള ഭാരവാഹികളായി സാലി ഫിലിപ്പ് പ്രസിഡന്റ്, സെക്രട്ടറിയായി OR ശശിധരൻ, ട്രഷററായി സോഫിയ മാത്യു എന്നിവർ ഉൾപ്പെടെ 15 അംഗ കമ്മിറ്റിയും തെരഞ്ഞെടുത്തു. ഇത്തവണത്തെ ഇടുക്കി ജില്ലാ സമ്മേളനം മെയ് 4 കൂട്ടാറ്റിൽ വെച്ചാണ് നടക്കുന്നത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജകുമാരിയിൽ വീട്ടമ്മയെ ആക്രമിച്ച മാലാപഹരിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. കമ്പമെട്ട് മേഖലയിൽ ലഹരി മാഫിയ അഴിഞ്ഞാടുന്നതായി പരാതി. വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ ചിന്നക്കാനം പുതുവലിൽ വീടിന് തീപിടിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. Seema's Wedding Collections, AIM Road, Perumbaur. Opening shortly at Kattapana. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ, കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമെന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം.
NK ട്രേഡിംഗ് കമ്പനി ഇരട്ടയാർ.